വരൂ, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. കപില, ഇവനിതെവിടെ പോയി? ഞാനിവിടെ ഉണ്ടേ. ഇങ്ങനെയൊരു തീറ്റിപ്പണ്ടാൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മുത്തശ്ശിക്കെന്തോ പറയാനുണ്ട്. ഉണ്ട് മക്കളെ, പറയാനുണ്ട്. അതിനു വേണ്ടി തന്നെയാ നിങ്ങളെ വിളിപ്പിച്ചത്. എന്താണ് മുത്തശ്ശി? കേൾക്കട്ടെ. പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. മക്കളെ, നമ്മളെല്ലാവരും വ്യത്യസ്ത വർഗക്കാരും ജാതിക്കാരും വിവിധ നിറക്കാരുമാണ്. പക്ഷേ നമ്മളെല്ലാം ഈ കാടിന്റെ മക്കളല്ലേ. ഈ കാട് നമുക്ക് സ്വന്തമാണ്. ഇവിടുത്തെ വായുവും വെള്ളവും ഭക്ഷണവുമെല്ലാം നമുക്കൊരുപോലെ അവകാശപ്പെട്ടതാണ്. ഇതുവരെ നമ്മൾ ആരും ഒരു കാര്യത്തിലും തമ്മിൽ വഴക്ക് കൂടിയിട്ടില്ല. ഇനിയും നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കും. എന്താ, ഉറപ്പല്ലേ? അതെ മുത്തശ്ശി, ഉറപ്പാണ്. ഈ കാട്ടിൽ ഒരാളുടെ ദുഃഖം നമ്മുടെ എല്ലാം ദുഃഖമായിരിക്കും. അതെ മുത്തശ്ശി, ഒരാളുടെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും സന്തോഷമായിരിക്കും. എങ്കിൽ നമ്മുടെ കാട്ടിലേക്ക് നമ്മുടെ വായുവും വെള്ളവും കട്ടെടുക്കാൻ പുറം നാട്ടിൽ നിന്നൊരു ശത്രു വന്നാലോ? നാം അവനെ ആട്ടി ഓടിക്കും. നാം അവനെ പുത്തരിയാറ്റിൽ മുക്കിക്കൊല്ലും. എങ്കിൽ നാം വിജയിച്ചു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ കാടിനെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഏതു ശത്രുവാണ് മുത്തശ്ശി ഇങ്ങോട്ട് വരാൻ പോകുന്നത്? പറയാം. ഈ പുത്തരിമേട്ടിൽ ഈ ചരിവിൽ ഒരു വിഷക്കമ്പനി വരാൻ പോകുന്നു. വിഷക്കമ്പനിയോ? അതെന്താണ്? ഈ ആൽമരം അടക്കം പുത്തരിമേട്ടിലെ എല്ലാ മരങ്ങളും അവർ മുറിച്ചു മാറ്റും. നമ്മുടെ കാട്ടിലെ കായ്കനികൾ മുഴുവൻ വിറ്റ് പണമുണ്ടാക്കാൻ മറുനാട്ടിലെ പോത്തൻസ് കമ്പനിക്കാർ പുതിയ പദ്ധതിയുമായി വരുന്നു. ഇനി കാട്ടിലെ ഒരു കനിയും പറിച്ചു തിന്നാൻ നമുക്ക് അവകാശമുണ്ടാവില്ല. എല്ലാം അവരുടേതാവുകയാണ്. അപ്പോ നമ്മൾ എങ്ങനെ ജീവിക്കും? നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും അവരുടെ കയ്യിൽ നിന്നും പണം കൊടുത്തു വാങ്ങണം. അതും വിഷം പുരട്ടിയത്. നമ്മുടെ പുത്തരിയാറ്റിൽ നിന്നും അവർ വെള്ളമെടുത്ത് കായ്കനികളിൽ തളിക്കാനുള്ള വിഷം നിർമ്മിക്കും. നമുക്ക് കുടിക്കാനുള്ള വെള്ളം പോലും അവർ നിറം പിടിപ്പിച്ച് കുപ്പിയിലാക്കി തരും. അതും പണത്തിന്. ഇത് വല്ലാത്തൊരു ചതിയാണല്ലോ. നമ്മുടെ വെള്ളത്തിന് നമ്മൾ പണം കൊടുക്കുക. ആട്ടെ, ഇതെങ്ങനെ മുത്തശ്ശി അറിഞ്ഞു? പ്രിയ കാട്ടുകാരെ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഇനിമേൽ നിങ്ങളാരും മരത്തിൽ കയറി കായ്കനികൾ പറിക്കേണ്ട, ആരും വെള്ളം മുക്കിയെടുക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിമനോഹരമായ കുപ്പികളിലും പുറകളിലുമാക്കി നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ ഇതാ പോത്തൻസ് കമ്പനി നിങ്ങളോടൊപ്പം. അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. മാത്രമല്ല, നിറമുള്ള കുപ്പികളിൽ വെള്ളം കുടിക്കുക. ടപ്പേന്ന് തുറക്കുമ്പോൾ തന്നെ പതച്ചു വരുന്ന വെള്ളം. ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു മണം, എന്തൊരു രുചി. നിറമുള്ള കുപ്പികളിൽ വെള്ളം കുടിക്കുന്നത് തന്നെ എന്തൊരു അന്തസ്സാണ്. ഇതൊക്കെയല്ലേ മുത്തശ്ശി വികസനം? വിട്ടികളുടെ സമൂഹത്തിന് അടിമപ്പണിയും ചേരും. ഈ കാട്ടിലെ അരുവികളിൽ നിന്ന് നാം ഇതുവരെ കുടിച്ച വെള്ളമാണ് നമ്മുടെ ജീവൻ നിലനിർത്തിയത്. ആ വെള്ളത്തെ അതിജീവിക്കാൻ ഒരു നിറമുള്ള വെള്ളത്തിനും കഴിയില്ല. പോത്തൻസിന്റെ കൂടെ നിൽക്കേണ്ടവർക്ക് അങ്ങനെയാകാം.
എനിക്കേതായാലും അധ്വാനിച്ച് ജീവിച്ചേ ശീലമുള്ളൂ. ഞാൻ മരണം വരെ ഇതിനെതിരെ സമരം ചെയ്യും. കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കാം. ഞങ്ങളെല്ലാവരും മുത്തശ്ശിയോടൊപ്പമുണ്ട്. നമ്മുടെ മണ്ണിനു വേണ്ടി നമ്മളല്ലാതെ ആര് സമരം ചെയ്യും? നമുക്ക് സിംഹത്തോട് പരാതി പറഞ്ഞാലോ മുത്തശ്ശി? അതാണല്ലേ കാടിന്റെ രാജാവ്. നിങ്ങൾ എന്താ അറിഞ്ഞു? രാജാവിനെയും മന്ത്രിമാരെയും ഒക്കെ പോത്തൻസ് കമ്പനി നേരത്തെ തന്നെ വശത്താക്കി കഴിഞ്ഞു. ഇനിയൊരു പോംവഴിയുമില്ല. സമരം തുടരുക തന്നെ, മരണം വരെയുള്ള സമരം.